അതിവിദൂര ഭാവിയിൽ ചൊവ്വയിലേക്ക് സ്പേസ് ഷട്ടിൽ സർവീസ് നടത്തുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അവിടെ ചെന്നിട്ട് റോഡ് മാർഗം വർക്കലയിലേക്കും തുമ്പയിലേക്കും ഒക്കെ പോകാൻ പറ്റിയാലോ? അതെ, ചൊവ്വയിലെ ഗർത്തങ്ങൾക്കും സമതലങ്ങൾക്കും തനി നാടൻ പേരുകൾ ഇട്ടിരിക്കുകയാണ്. തുമ്പ, വർക്കല, ബേക്കൽ, വലിയമല തുടങ്ങി കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ചൊവ്വയിലെ ഗർത്തങ്ങൾക്ക് നൽകാൻ ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ അഥവാ IAU അംഗീകാരം നൽകി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ജിയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ആസിഫ് ഇക്ബാൽ കക്കാശ്ശേരി, തിരുവനന്തപുരം IISTയിലെ എർത്ത് ആൻഡ് സ്പേസ് വകുപ്പിലെ BJ രാജേഷ് എന്നിവർ സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭൂഗർഭ ശാസ്ത്രജ്ഞനായ MS കൃഷ്ണന്റെ പേരിലുള്ള കൃഷ്ണൻ ഗർത്തത്തിന് സമീപമുള്ള ഗർത്തങ്ങളും അതിനുള്ളിലെ സമതലങ്ങളുമാണ് കേരളത്തിലെ സ്ഥലനാമങ്ങളിൽ അറിയപ്പെടുക. കൃഷ്ണൻ ഗർത്തത്തിനുള്ളിലെ വിശാലമായ സമതല പ്രദേശത്തിന് കൃഷ്ണൻ പാലസ് എന്നും ഇതിലൂടെ കടന്നു പോകുന്ന ചാലിന് പെരിയാർ വാലിസ് എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് തുമ്പയും, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയെന്ന ഖ്യാതി പരിഗണിച്ച് ബേക്കലും, വർക്കല ക്ലിഫ് എന്ന ഭൗമശാസ്ത്രപരമായ പ്രത്യേകത മുൻനിർത്തി വർക്കലയും, ഗവേഷകർക്ക് ഏറെ അടുപ്പമുള്ള സ്ഥലമെന്ന നിലയിലും ISROയുമായുള്ള ബന്ധം കണക്കിലെടുത്തും വലിയമലയും ചൊവ്വയിൽ ഇടം പിടിച്ചു. പേരുകൾ നിർദ്ദേശിക്കുന്നതിന് IAUവിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും ചരിത്രപരമോ സാംസ്കാരികമോ ആയ പ്രാധാന്യമുള്ളതുമായ പേരുകളായിരിക്കണം നിർദ്ദേശിക്കേണ്ടത്. 3 സിലബിളുകളുള്ള വാക്കുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. കൊച്ചി അടക്കമുള്ള പേരുകൾ നിരസിക്കപ്പെടുകയും ചെയ്തു. ജനസംഖ്യ 1,00,000-ൽ കൂടുതലായതിനാലാണ് കൊച്ചിയെ തള്ളിയത്. ചെറിയ ഗർത്തങ്ങൾക്ക് പേരിടുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളാണ് പരിഗണിക്കുന്നത്. ഉച്ചാരണ പ്രയാസം മൂലം പുതിയകാവ്, പാൽക്കുളങ്ങര, വിദ്യാനഗർ തുടങ്ങിയ പേരുകൾ ഒഴിവാക്കി. കാസർഗോഡിന്റെ മധുവാഹിനി നദിയുടെ പേര് നൽകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പേരിന് നീളം കൂടിയതിനാൽ അതും ഉപേക്ഷിക്കേണ്ടി വന്നു.